അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന AICC തീരുമാനത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാകുന്നുവെന്ന് രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുമെന്നും സൂചനയുണ്ട്. ദേശീയ നേതൃത്വം അനുനയ നീക്കം തുടങ്ങിയെന്നും രാധാകൃഷ്ണൻ റിപ്പോർട്ടിൽ പറയുന്നു. അയോധ്യയിൽ നിന്ന് തത്സമയം രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ UP-യിലെ കോൺഗ്രസ്സുകാരെ ക്ഷേത്രത്തിൽ പോകാൻ അനുവദിച്ചാൽ പ്രശ്നം തീരുമോ? തീരുമെന്ന് തോന്നുന്നില്ല SKN. കാരണം ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രശ്നം ഇനി നിലനിൽപ്പിന്റെ ഒരു വിഷയമാണ്. അന്നവിചാരം ഉന്നവിചാരം എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് അധികാരം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണം. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനുള്ള ഒരു മാർഗവും ഉത്തർപ്രദേശിൽ കാണുന്നില്ല. സർവ്വപ്രതാപിയായി ഒരു കാലത്ത് ഉത്തർപ്രദേശ് വാണിരുന്ന ആ പാർട്ടി ഇന്ന് പല ഇടങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയ മേഖലകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രാമക്ഷേത്ര വിഷയവും കൂടി വരുന്നത്. ഇത് ആദ്യം ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം ഈ തുടക്കം ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനെ ഈ സംസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് ഇല്ലാതാക്കി മാറ്റിയ ഒരു പ്രശ്നം തന്നെയാണ്. അതിന് തുടർച്ചയെന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും കൂടി വരുമ്പോൾ ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് പാർട്ടിയെ പൂർണ്ണമായിട്ടും അത് ജനങ്ങളിൽ നിന്നും അകറ്റും എന്ന നിലപാടാണ് ഇവിടെയുള്ള മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതില് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ, അജയ് റായ് അടക്കമുള്ളവർ ആ ഒരു നിലപാട് ഉള്ളവരാണ്. അവർ അയോധ്യയിലെത്തുകയും കഴിഞ്ഞ ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. എന്നാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്, അഥവാ BJP-യുടെ ദേശീയ നേതാക്കൾ കൂടി പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗം ഇപ്പോൾ അയോധ്യയിൽ ഇന്നലെ ആരംഭിച്ച് നടക്കുകയാണ്. അതിൽ BJP-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുകയാണ്. അവരുടെ ഒരു താല്പര്യം ഇതിൽ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ ഈ BJP-യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് എല്ലാ സീറ്റുകളും 100% സീറ്റ് എന്നാണ് BJP ഇവിടെ ലക്ഷ്യമിടുന്നത്. 80 സീറ്റുകൾ നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് അവർ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പല മേഖലകളിലും ഈ നേതാക്കൾക്ക് കുറച്ച് സ്വാധീനം ഉള്ളതാണ്. പ്രത്യേകിച്ച് അജയ് റായെ പോലെയൊക്കെ ഉള്ള ഒരു വാരണാസി മേഖലയിൽ ഒക്കെ വലിയ, സുനിൽ ഛാത്രി പോലെയൊക്കെ ഉള്ളവർ അയോധ്യ മേഖലയിലും ഒക്കെ വലിയ സ്വാധീനം അവർക്ക് ചെലുത്താനായിട്ട് സാധിക്കും. അത് കൂടുതൽ നന്നാവും എന്നൊരു വിലയിരുത്തലാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് അവരിത് ഈ നേതാക്കന്മാരുമായിട്ട് അവർ ഈ അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ആശയവിനിമയം ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും അറിയാം. കാരണം ഇത്ര ശക്തമായിട്ട് ദേശീയ നേതൃത്വം എടുത്ത നിലപാടിനെ തിരസ്കരിച്ചുകൊണ്ട് രംഗത്തെത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നിൽ അല്ലെങ്കിൽ അവരുടെ വിചാരം എന്താണ് എന്ന് അവർ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ആശയവിനിമയം നടക്കുന്നത്. പക്ഷേ എത്രത്തോളം അത് അനുനയത്തിന്റെ രീതിയിലേക്ക് എത്തും എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ രാമക്ഷേത്ര ഉദ്ഘാടനം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയൊരു ഒഴുക്ക് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇത് തടയുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. അത് എത്രത്തോളം ഫലവത്താകും എന്നറിയില്ല. ഏതായാലും BJP തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് അവർ ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അനുബന്ധമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണൻ. ബാബു മംഗലത്ത് ജോർജ് പറയുന്നു, പാലക്കാട് നല്ലവനായ ഒരു മെമ്പറുടെ കഥ കേട്ടു. കഷ്ടം തന്നെ. കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒരു 100 രൂപ വീതം സംഭാവന ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീരില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് കറക്റ്റാണ്.